ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നല്ല പോലെ തന്നെ ചൂട് അനുഭവപ്പെടുകയാണ്. ചുട്ടു പൊള്ളുന്ന ഈ ചൂടിൽ അതേപോലെ തന്നെ പാമ്പ് ശല്യം ഇരട്ടിയായിട്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ രാത്രി കാലത്തൊക്കെ പാമ്പ് കടിയേറ്റിട്ട് ഒരുപാട് പേര് ഇപ്പോൾ ഈ അടുത്തൊക്കെ മരണപ്പെടുകയൊക്കെ ചെയ്തു. അപ്പോൾ നമ്മൾ പാമ്പിനെ നമുക്ക് തുരത്താനുള്ള ടിപ്പൊക്കെയാണ് കേട്ടോ ഞാനിവിടെ നിന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മളൊരു വെള്ളം തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ പാമ്പ് ശല്യം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ മിക്ക വീടുകളിലും തന്നെ മുരിങ്ങ ചെടി ഉണ്ടാവാറുണ്ട്, മുരിങ്ങ മരം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുപോലെ മൂത്ത മുരിങ്ങയുടെ ആ തണ്ടുണ്ടല്ലോ, അതിൽ നിന്ന് നമ്മളിതുപോലെ തോലൊന്ന് ചെത്തിയെടുക്കണം കേട്ടോ. ഒരുപാട് കനത്തി വേണ്ട, അതിൻ്റെ ആ മേലത്തെ ആ ഒരു സ്കിന്നും ആ ഇതും കൂടായിട്ട് നമ്മളിങ്ങനെ ഒന്ന് ഈ വീഡിയോയിൽ കാണുന്ന രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ അടുത്ത അയൽവക്കത്തൊക്കെ ഇഷ്ടംപോലെ മുരിങ്ങ മരം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിന് ഇതുപോലെ കുറച്ച് നമ്മൾ അത്യാവശ്യം ഇത്തിരി നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 4-5 പീസ് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഈ ഒരു മുരിങ്ങയുടെ ഈ തോലിനും ഇതിനും ഒരു പ്രത്യേക മണമാണ് കേട്ടോ. നമുക്ക് അത്ര പെട്ടെന്ന് ഇഷ്ടപ്പെടില്ല, അങ്ങനത്തെ ഒരു തരം മണമാണ്. അപ്പോൾ അതിന് നമ്മളിതുപോലെ കുറച്ച് പറിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. ഈ ഒരു രീതിയിൽ നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ജസ്റ്റ് കുത്തി എടുക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് കുത്തി കൊടുക്കാം കേട്ടോ. കാരണം നമ്മളിതിനെ ഒന്ന് മിക്സിയിലിട്ടിട്ട് അരച്ചിട്ടാണ് നമ്മളിത് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കുത്തിയതിന് ശേഷം നമ്മളതിന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ 2 അല്ലി വെളുത്തുള്ളി ഒരു കുടം ഫുള്ളായി തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ചതച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഒരു കത്രിക യൂസ് ചെയ്ത് കട്ട് ചെയ്തിടുക. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് ആദ്യം കുത്തിയെടുക്കുക, പിന്നെ നമ്മളിതിനെ മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ വെളുത്തുള്ളി ഈ തോലോടുകൂടി തന്നെയാണ് നമ്മൾ വെളുത്തുള്ളി എടുക്കുന്നത്. വെളുത്തുള്ളി ഇതുപോലെ നമ്മളൊന്ന് ജസ്റ്റ് കുത്തി ചതച്ചെടുത്തിട്ട് ഇടികല്ല് യൂസ് ചെയ്തിട്ട് ഒന്ന് ചതച്ചെടുക്കുക കേട്ടോ. ചതച്ചെടുത്തതിന് ശേഷം ഇത് രണ്ടും കൂടെ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓളുന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിതാ എല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ മിക്ക വീടുകളിലും തന്നെ പാമ്പിൻ്റെ ശല്യം അത്യാവശ്യമുണ്ട്. പിന്നെ ചെറുതായിട്ട് നമ്മൾ പൂച്ചെടികളൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ അടുക്കളത്തോട്ടമൊക്കെ വെച്ചിട്ട് നമ്മൾ വൈകുന്നേരം ആകുമ്പോൾ അതൊക്കെ ഒന്ന് നനച്ച് കൊടുക്കുമ്പോൾ ആ മണ്ണിലൊക്കെ നനവ് കാണുന്ന ആ ഒരു ഭാഗത്തൊക്കെ പാമ്പുകൾ വന്ന് കിടക്കുന്നതായിട്ട് ഇപ്പോൾ കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ മിക്കവാറും ജനലുകളൊന്നും തന്നെ തുറന്ന് വെക്കാതിരിക്കുക. അപ്പോൾ നമ്മൾ നെറ്റൊക്കെ വെച്ചിട്ടുള്ള ജനലിൽ നെറ്റൊക്കെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തുറന്നിടുന്നതുകൊണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ ആ ജനലിൽ കൂടെയൊക്കെ നമുക്ക് പാമ്പകത്തേക്ക് വരാനൊക്കെ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മളിങ്ങനെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ അയയിൽ നമ്മൾ തുണിയൊക്കെ ഉണങ്ങാനായിട്ട് വിരിച്ചിടുന്ന സമയത്ത് ആ തുണിയൊക്കെ നമ്മൾ എടുക്കുമ്പോൾ നല്ലോണം തന്നെ തട്ടിക്കുടഞ്ഞൊക്കെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ചിലപ്പോൾ അതിലൊക്കെ വന്ന ആ നനവിൻ്റെ ആ ഒരു തണുപ്പിന് വേണ്ടിയിട്ടൊക്കെ ചിലപ്പോൾ അതിൽ വന്ന് കിടക്കാനൊക്കെ ചെറിയ പാമ്പുകളൊക്കെ വന്ന് കിടക്കാനൊക്കെ വിഷപ്പാമ്പുകളൊക്കെ കിടക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ശ്രദ്ധിക്കാവുന്നതാണ്. ഇതിപ്പോൾ നമ്മളിതിനൊന്ന് ക്രഷ് ചെയ്ത് ആദ്യം എടുക്കുക. അതിനുശേഷം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. നല്ല ഫൈൻ പേസ്റ്റായിട്ടൊന്നും അരച്ചെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് അരച്ചെടുത്താൽ മതിയാവും. എന്നിട്ട് നമ്മളിത് ഒരു 3 ലിറ്റർ വെള്ളം നമ്മൾ യൂസ് ചെയ്യാത്തൊരു പഴയൊരു ബക്കറ്റ് എടുത്തിട്ടുണ്ട്, അതിലേക്കാണ് ഞാനിത് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യുന്ന പാത്രമൊക്കെ ആകുമ്പോൾ ഇതിനൊരു മുരിങ്ങയുടെ ആ ഒരു ഇതിനൊക്കെ ഒരു മണമുണ്ട്. അപ്പോൾ അത് പിന്നെ പോകാനായിട്ട് നമ്മൾ ഒരുപാട് സമയമൊക്കെ നിന്ന് കഴുകേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ മിക്സിയുടെ ജാറിൽ ഇത് മുഴുവനായി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ മിക്സി ജാർ യൂസ് ചെയ്തിട്ട് തന്നെ ഇതുപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൻ്റെ ചുറ്റുഭാഗവും നമ്മൾ ഈ ഒരു വെള്ളം കൊണ്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണമെങ്കിൽ, നമ്മൾ സ്പ്രേ ബോട്ടിലാക്കണമെങ്കിൽ നമ്മളിതിനൊന്ന് അരിക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു രീതിയിൽ തന്നെ നമ്മുടെ ചുറ്റുപാടും അതുപോലെ നമ്മൾ ബാക്കിൽ നിന്ന് അടുക്കളയിൽ നിന്ന് ഇറങ്ങുന്ന ഭാഗത്ത് ചെടികളൊക്കെ ഉള്ള ഭാഗത്തൊക്കെ നമ്മളിത് ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു തരം വെളുത്തുള്ളിയുടെയും അതുപോലെ തന്നെ ഈ മുരിങ്ങയുടേതും രണ്ടിൻ്റെയും സ്മെല്ല് കാരണം നമുക്ക് ആ പരിസരത്ത് പാമ്പിൻ്റെ ശല്യം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതേപോലെ തന്നെയാണ് നമ്മൾ കുക്കിങ്ങിൻ്റെ ആവശ്യത്തിനായിട്ടൊക്കെ ഉപയോഗിക്കുന്ന കായം ഉണ്ടല്ലോ, അതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പാൽക്കായം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന പാൽക്കായം ഉണ്ടല്ലോ, അതാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ രണ്ടെടുത്താലും കുഴപ്പമില്ല. അതപ്പോൾ ഞാൻ ഇതുപോലെ ഒരു കായത്തിൻ്റെ പകുതിയോളം എടുക്കുന്നുണ്ട്. ഈ ഒരു പകുതി നമ്മളിതുപോലെ ചെറിയ പീസാക്കി എടുത്തിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പകുതി പീസ് കായത്തിന് നമ്മൾ 1 ലിറ്റർ വെള്ളത്തിൽ നമുക്കിതിലൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ആദ്യം നന്നായി മിക്സ് ചെയ്യാനായിട്ട് നമ്മളിതുപോലെ ചെറിയ പീസാക്കിയിട്ട് ഇതുപോലെ മുറിച്ച് അതിലേക്ക്
അതിലേക്ക് ഇട്ടിട്ട് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ വേഗം നമുക്ക് ഈ ഒരു കായം നന്നായി തന്നെ മിക്സായി കിട്ടും. ഈ കട്ടയെല്ലാം പോയിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്കിതിനൊന്ന് മിക്സാക്കി എടുക്കാനായിട്ട് സാധിക്കും. പാൽക്കായും അതുപോലെ തന്നെ നോർമൽ കായം നമ്മൾ കുക്കിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന കായമാണെന്നുണ്ടെങ്കിലും ഇതിനും വല്ലാത്തൊരു സ്മെല്ലാണ് കേട്ടോ. ഈ ഒരു സ്മെല്ലും നമുക്ക് ഈ പാമ്പ് അതുപോലെ തന്നെ പെരിച്ചാഴി അതിനൊന്നും ഈ ഒരു സ്മെല്ല് ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ ആ പരിസരത്തേക്ക് അതൊന്നും വരില്ല കേട്ടോ. നമ്മൾ നേരത്തെ വെളുത്തുള്ളിയുടെയും ഇതൊക്കെ നമ്മൾ രാത്രി സമയത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എലിയുടെയും പെരിച്ചാഴിയുടെയും ശല്യം കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒഴിവാക്കാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ ഇതേ കണ്ടില്ലേ, നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് ഈ ഒരു കപ്പിൽ 1 ലിറ്റർ വെള്ളം കൊള്ളാവുന്ന കപ്പാണ് കേട്ടോ. അതിലേക്ക് നമ്മൾ നോർമലായിട്ടുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ഇതും കൂടെ നമ്മൾ ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അപ്പോൾ അതിൻ്റെ അടിയിൽ കുറച്ചും കൂടെ നമുക്കൊന്ന് മിക്സ് ആക്കാനുണ്ടായിരുന്നു. അതും കൂടെ നമ്മളിതുപോലെ ഒന്ന് മിക്സാക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് സ്പ്രേ ബോട്ടിലാക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ജനൽ ഭാഗത്തൊക്കെ നമുക്ക് പുറത്തുനിന്ന് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് വീട്ടിൻ്റെ ഈ സ്റ്റെപ്പടിയിലൊക്കെ നമുക്ക് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാമ്പ് ശല്യം ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് നമ്മളതുപോലെ തന്നെ ചില വീടുകളിൽ ഈ തേങ്ങയൊക്കെ ഇഷ്ടംപോലെ കൂട്ടി വെച്ചിരിക്കുക, അപ്പോൾ വിറകൊക്കെ കൂട്ടി വെച്ചിരിക്കുക, ചകിരിയൊക്കെ കൂട്ടി വെച്ചിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തൊക്കെ നമ്മൾ ആ വിറകും ചകിരിയൊക്കെ എടുക്കുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ. അപ്പോൾ ഈ ഭാഗത്തൊക്കെ അതുപോലെ നമ്മൾ ഇടയ്ക്കൊന്ന് തെളിച്ചു കൊടുക്കുക. ഇതിൻ്റെ മുകളിൽ കൂടെ ജനലിലൂടെ നമുക്ക് പാമ്പോ അങ്ങനെ ഇഴജന്തുക്കളൊക്കെ കയറി വരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പം നമ്മളതിനെ ഇതുപോലെ ഈ വെള്ളം തെളിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും. അതുപോലെ നനവുള്ള ഭാഗത്തൊക്കെ നമ്മൾ ഈ ഇതുപോലെ ഒന്ന് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് പാമ്പ് ശല്യമൊക്കെ ഒഴിവാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഞാനിവിടെ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് അത്യാവശ്യം വലിയ മാങ്ങയാണ്. നിങ്ങൾ ചെറിയ മാങ്ങയാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം എടുക്കാവുന്നതാണ് കേട്ടോ. നമ്മൾ ഇതിനെ ചെറിയ കുഞ്ഞു പീസാക്കിയിട്ട് നമ്മളിവിടെ നിന്ന് ഇതിനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ചോറിന് പെട്ടെന്ന് കറിയൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ടി ഒരു കറി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ മാങ്ങയൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വെറും സെക്കൻഡുകൾ കൊണ്ട് തന്നെ നമുക്കൊരു അച്ചാറ് പോലെ നമുക്ക് ആക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ മാങ്ങനെ നമ്മൾ ചെറിയ കുഞ്ഞു പീസായി തന്നെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എത്ര കുഞ്ഞതാക്കാൻ പറ്റുമോ അത്രയും ചെറുതാക്കുന്നതായിരിക്കും കേട്ടോ കുറച്ചുകൂടെ നല്ലത്. നമ്മൾ സദ്യയൊക്കെ കഴിക്കുന്ന സമയത്ത് ഇപ്പോൾ കല്യാണ വീട്ടിലൊക്കെ പോയി സദ്യ കഴിക്കുന്ന സമയത്ത് അവരെ സൈഡിലിട്ട് തരുന്ന ആ ഒരു മാങ്ങയുടെ അച്ചാറുണ്ടല്ലോ, അതാണ് ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത് കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ഇതിനായിട്ട് നമ്മൾ നല്ലെണ്ണയാണ് എടുക്കുന്നത്. നല്ലെണ്ണ എടുത്തിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ കുറച്ച് ഉലുവയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉലുവയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതിന് ശേഷം നമ്മളിതിലേക്ക് ആ മുറിച്ച് വെച്ചിരിക്കുന്ന മാങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ ഫസ്റ്റ് കറിവേപ്പില ഇട്ട് കൊടുക്കാൻ മറന്നുപോയതാണ്. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഞാനിത് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി, പിന്നെ നമുക്കതുപോലെ ഇതിന് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി, വേവിച്ചെടുക്കണം എന്നൊന്നുമില്ല കേട്ടോ. ഈ എണ്ണയിലിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ കുറച്ചുകൂടെ നല്ലെണ്ണ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലെണ്ണ ചേർത്ത് കൊടുക്കുക. മാക്സിമം വെളിച്ചെണ്ണ ചേർക്കാതെ നമ്മൾ നല്ലെണ്ണ തന്നെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ നല്ലെണ്ണ ചേർക്കുമ്പോഴാണ് അതിന് ടേസ്റ്റും കൂടെ കൂടുക. അപ്പോൾ ഇതുപോലെ നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞാൽ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ഒരു ടിപ്സ് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോയ്ക്ക് നല്ല കമൻറ്റ് ഇടുക കേട്ടോ. അപ്പോൾ നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനിയും വീഡിയോ ഇടാനുള്ള പ്രചോദനമാവുന്നത്. ഇനി ഇതേപോലെ നല്ലൊരു വീഡിയോയിൽ കാണുന്നവരായിരിക്കും. ബൈ.